ബി.ജെ.പി ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയത് രമേശ് ചെന്നിത്തല. ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന ഇ.പി. ജയരാജന്റെ പരാമർശത്തോടെ CPIMന്റെ ഉദ്ദേശം വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാതിരുന്നത് ഇ.പി. ജയരാജനെ കൊണ്ട് പറയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. LDF കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. കേരളത്തിലെ 4 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ഇന്ന് അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാക്കുന്നതാണ്. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ബി.ജെ.പി ജയിച്ചാൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വീണ്ടും ബി.ജെ.പി CPIM ബാന്ധവമെന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണല്ലോ രമേശ് ചെന്നിത്തല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്? കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് നല്ല സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ CPIMും ബി.ജെ.പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന ഇ.പി. ജയരാജന്റെ പരാമർശത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ് വീണ്ടും കൊഴുക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബി.ജെ.പി CPIM ബാന്ധവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് തെളിവായി തന്നെ കണക്കാക്കണമെന്നുള്ള വലിയ പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. വീണ്ടും ഇതാ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് CPIMന്റെ ഉദ്ദേശം, ഇതോടുകൂടി CPIMന്റെ ഉദ്ദേശം വ്യക്തമായി എന്നും ഒപ്പം തന്നെ ബി.ജെ.പി ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്നും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യമാണ് ഇ.പി. ജയരാജനെ കൊണ്ട് പറയിപ്പിച്ചതെന്നടക്കമുള്ള വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം ഓഫീസ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ്.